ഒരു മുഹമ്മദ് ഇസ്മായിലിൻ്റെ ദർശനം അവർ സ്വീകരിച്ചിട്ടുണ്ട്. 400 പേജുള്ള സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരാളെ പേര് മാത്രമേ പറയുന്നുള്ളൂ. അത് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ പേരാണ്. മുഹമ്മദ് ഇസ്മായിലിൻ്റെ ദർശനം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മോശമായിട്ടില്ല. നമ്മൾ ഹൈർ ഉമ്മത്താണ്. ഇന്ത്യയിൽ നമ്മുടെ സമുദായം നമുക്ക് പിന്നോക്കം പോയിട്ടില്ല. ഏറ്റവും പിന്നോക്കം പോയത് സഹോദരൻ ആരാണ്? ഏത് മുസ്ലിമീങ്ങളാണ്? പശ്ചിമ ബംഗാളിൽ. ഇന്ത്യയിൽ ഏറ്റവും പിന്നോക്കം പോയത് പശ്ചിമ ബംഗാളിലെ മുസ്ലിമീങ്ങൾ. കാരണം എന്താണ്? അവർ ചുവന്ന പൊടി പിടിച്ചു, അവർ കട്ടപ്പക ദുനിയാവ് ആഹുറും പോയി. നമ്മൾ പച്ചക്കൊടി പിടിച്ചു, നമുക്ക് പച്ച പിടിച്ചു. പച്ചക്കൊടി പിടിച്ചവന് പച്ച പിടിച്ചു, ചുവന്ന പിടിച്ചവൻ്റെ കട്ടപ്പുക. ഓൻ്റെ ജീവിതം പോയി. ആഹ്ർ പിന്നെ PV മുഹമ്മദ് അലിക്കോട് പ്രസംഗിക്കാറില്ല. നിങ്ങളോട്ടുള്ള കഥ ഇവിടെ തന്നെ പറഞ്ഞ് തീർക്കലാല്ല. ആഹ്റത്തിന് നമ്മൾ കണ്ടുമുട്ടൂല, നമ്മുടെ സ്വർഗത്തിൽ നിങ്ങളുടെ നരകത്തിലാണ്. അതുമാതിരി ഒരു വേറെ ദുനിയാവന്നെ, അവരെ കഥ തന്നെ പോയല്ലോ. നിരീശ്വരവാദികളെ പറ്റി വർത്താനം പറയണ്ടല്ലോ. ദുനിയാവ് ആഹ്റം പോയി. അപ്പം ഇത് മാത്രം പരിശോധിച്ചാൽ മതി. കേരളത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടായി. ആരാൻ്റെ വിറക് വെട്ടികളുടെയും വെള്ളം കോരികളുടെയും സമുദായമാക്കി എൻ്റെ സമുദായത്തെ അധപ്പതിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ നെഞ്ചത്തടിച്ചുകൊണ്ട് ഒരു ഭരണാധികാരി പൊതുയോഗത്തിൽ പ്രസംഗിച്ചു എന്നത് ചെറിയ കാര്യമാണോ? ചരിത്രം സാക്ഷിയാണ്. ഒരു പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കാൻ കേരളത്തിൻ്റെ മന്ത്രി CH ആരാൻ്റെ വിറക് വെട്ടുകളുടെയും വെള്ളം കോരികളുടെയും സമുദായമാക്കി എൻ്റെ സമുദായത്തെ അധപ്പതിപ്പിക്കാൻ സമ്മതിക്കില്ല. ആ ചുവടുവെപ്പ് തന്നെയാണ് നമ്മൾ നടത്തിയത്. അതിൻ്റെ എല്ലാവരും നടത്തിയത്. അപ്പോഴാണ് അച്യുതാനന്ദൻ പറഞ്ഞത്, ബഷീർ ഇത് എന്താക്കാൻ പാകിസ്ഥാനാക്കാൻ പോകുന്നു, എന്താ പറഞ്ഞത്, മാപ്പിളസ്ഥാനാക്കാൻ പോകുന്നു അല്ലേ? ബഷീർ ഗവർണർക്ക് പരാതി കൊടുത്തില്ലേ അച്യുതാനന്ദൻ? മലപ്പുറം ജില്ലയിലെ മുസ്ലിം കുട്ടി റാങ്ക് വാങ്ങിയപ്പോൾ അച്യുതാനന്ദൻ എന്താ പറഞ്ഞത്? കോപ്പി അടിച്ചായിരിക്കും അല്ലേ? കോപ്പി അടിച്ചായിരിക്കും. ഒരവസരം അയാൾ പറഞ്ഞ് പാണക്കാട് തങ്ങൾ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പാണക്കാട് തങ്ങളെയും പിടിക്കണം, ഈ മദനീനെ പിടിച്ചാൽ പോരാ, ഇനി തങ്ങൾ അയാളെയും പിടിക്കണം. അതുകൊണ്ട് ഞാൻ പറയാം, അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലായതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ആയത്. മഹാരാഷ്ട്രയിലാണെങ്കിൽ ബാൽ താക്കറേൻ്റെ ഏട്ടൻ മൂസ അറിയും. ബാൽ താക്കറേൻ്റെ ഏട്ടൻ മൂസ മറ്റതാണ്. അപ്പോൾ ഞാൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, 3 വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കപ്പെട്ടു. ഒന്ന് ഖായിദെ മില്ലത്തിൻ്റെ വഴി. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു ഖായിദെ മില്ലത്തിൻ്റെ വഴി തെറ്റാണ്, അത് മുസ്ലിമികൾ മാത്രം സംഘടിച്ച വർഗീയം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും കൂട്ടിയിട്ടൊരു വഴി, അതാണ് മൗലാന അബുൽ കലാം ആസാദിൻ്റെ വഴി. അപ്പോൾ വേറെ ചങ്ങായി പറഞ്ഞു ഇത് രണ്ടും തെറ്റാണ്, വേറൊരു വഴിയുണ്ട്. എന്താണ് വഴി? ഭരണം തന്നെ അള്ളാഹ്ക്ക് കൊടുത്തിട്ട് വേറൊരു വഴി, ഹുക്കുമത്തെ ഇലാഹി, ജമാഅത്തെ ഇസ്ലാമിൻ്റെ വഴി. മറ്റേ അയാളെ പേരെന്താണ്? അബുൽ ആല മൗദൂദി. അപ്പോൾ 3 വഴികൾ അന്ന് തുറന്നു വെക്കപ്പെട്ടു മുസ്ലിമിൻ്റെ മുമ്പിൽ. ഒരു സമൂഹത്തിൽ വിവരമില്ലാത്ത കുറേ ആളുകൾ നേതാക്കന്മാരായി രംഗത്ത് വന്നാൽ ആ വിവരക്കേട് ലോകത്തിൻ്റെ മുമ്പിൽ വിളംബരം ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. എല്ലാവർക്കും ഒരു സമൂഹത്തെ നയിക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ നയിക്കുന്ന ആരാണ്? ഖായിദെ മില്ലത്ത്. സിദ് സാഹിബിനെ നയിച്ചത് ആരാണ്? ഖായിദെ മില്ലത്ത്. CH നയിച്ചത് ഖായിദെ മില്ലത്ത്. പൂക്കോയത്തങ്ങളെ നയിച്ചത് ഖായിദെ മില്ലത്ത്. ബാഫക്കിത്തങ്ങളെ നയിച്ചത് ഖായിദെ മില്ലത്ത്. ആരാണ് ഈ ഖായിദെ മില്ലത്ത്? അപ്പം ആലോചിക്കാം, ഖായിദെ മില്ലത്ത് ആരാണ്? ഒരു സമൂഹത്തെ നയിക്കാൻ എല്ലാവർക്കും കഴിയില്ല. അത് അല്ലാഹു തആല നൽകിയ അസാമാന്യമായ കഴിവുകൾ നൽകി അനുഗ്രഹിച്ച അപൂർവം വ്യക്തികൾക്ക് മാത്രമേ കഴിയൂ. അങ്ങനെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ച ഒരു മുത്താണ് മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി. ആ മഹാനവറുകളുടെ വ്യക്തിജീവിതം കൊണ്ട് പരിശുദ്ധനാണ്, പൊതുജീവിതത്തിലും പരിശുദ്ധനാണ്. പരിശുദ്ധ സഹാബത്തിൻ്റെ ജീവിത രീതി എടുത്ത് പരിശോധിച്ചാൽ അതുപോലെ ജീവിക്കാൻ ശ്രമിച്ച ഒരാളാണ്. പരിശുദ്ധ സഹാബത്തിനെ പോലെ ജീവിക്കാൻ ശ്രമിച്ച ആളാണ്. ആ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് നമുക്ക് ഈ മാർഗദർശനം നൽകിയത്. ഈ കാലമത്തേയും നമ്മൾ മുമ്പോട്ട് പോയി. അപ്പോൾ ഇപ്പോൾ വേറെ വഴി ഒരു കൂട്ടർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ വഴി എന്താണ്? ഇപ്പോൾ 3 വഴി ആദ്യം പറഞ്ഞു, ഇപ്പം 5 വഴിയുണ്ട് ഇപ്പോൾ. ഒന്ന് അരാഷ്ട്രീയവാദം, രാഷ്ട്രീയമൊന്നും വേണ്ട, കാര്യം പോക്കാണ്. ഒരു രാഷ്ട്രത്തിന് രാഷ്ട്രീയം വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ജീവിതം വേണ്ട എന്ന് പറഞ്ഞൊരു സമമാണ്. മറ്റേ സന്യാസി സ്വീകരിക്കണം നല്ലത്. രാഷ്ട്രീയം വേണ്ട എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അബദ്ധമായ മറ്റൊരു വർത്തമാനമില്ല. വേറൊരു വാദം തീവ്രവാദം. ഇതിനൊക്കെ പിന്നിലുള്ളത് ആരാണ്?
നമ്മളെ മറ്റേ കൂട്ടർ ആര് അള്ളാൻ്റെ ഭരണം കാത്തിക്കുന്ന കൂട്ടുണ്ടല്ലോ, ഓലിപ്പോൾ അള്ളാനെ വിട്ട് ഇപ്പം അടുത്ത കാലത്ത് പറഞ്ഞ് അധികാരം പുതിയ മുദ്രാവാക്യം അധികാരം ജനങ്ങൾക്ക് അല്ലേ, അധികാരം ജനങ്ങൾക്ക് പുതിയ വഹി ഇറങ്ങിയ മാതിരിയാണ്. അധികാരം ജനങ്ങൾക്ക് കേട്ടാൽ തോന്നുന്നു പുതിയ വർത്തമാനമാണ്. എൻ്റെ ചങ്ങായിമാരെ 62 കൊല്ലമായി ഞങ്ങൾ പറയുന്ന ജനാധിപത്യം, അതിൻ്റെ മലയാളം ഇത്. അധികാരം ജനങ്ങൾക്ക് എന്ന് പറയുന്നത് മലയാളം എന്താണ്? ജനാധിപത്യം. ജനാധിപത്യത്തിൻ്റെ പച്ച മലയാളമാണ് അധികാരം ജനങ്ങൾക്ക്. വേറെന്തേ പുതുമയുള്ളത്? അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് കുളം കലക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. മാധ്യമപത്രവും ഓരോ സമയത്തും ഇടക്കാലത്ത് അവരിങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ ചെറിയൊരു ചാൻസ് കിട്ടി. ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിൽ അഡ്വാനി ഒരു രഥയാത്രയൊക്കെ തുടങ്ങി. ആ സമയത്ത് പറ്റും തോന്നിയിട്ട് ഉടനെ ഒരു പോസ്റ്റ്, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ, ഒരു പുതിയ സംഭവം. റോഡ് മുഴുവൻ പോസ്റ്റ്, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. നിമിഷ നേരം കാത്തിരിക്കേണ്ടി വന്നുള്ളൂ, ഉടനെ പ്രതികരണം വന്നു. എന്നാൽ പിന്നെ ഇസ്ലാമിൻ്റെ അന്ത്യവും ഇന്ത്യയിൽ തന്നെ. അപ്പോൾ ആക്ഷനും റിയാക്ഷനും ഉണ്ടായല്ലോ. അവരുദ്ദേശം അതാണ്, കുഴപ്പമാണ്, കലാപമാണ്. ആ സമയത്ത് മുസ്ലിം ലീഗ് പാർട്ടി രണ്ടിനെയും എതിർത്തു. ഭൂരിപക്ഷ വർഗീയതയും എതിർത്തു, ന്യൂനപക്ഷ വർഗീയതയും എതിർത്തു. നിങ്ങൾ ഈ രണ്ട് തെറ്റാണ്, ഇതിവിടെ പ്രായോഗികമല്ല. നിങ്ങൾ ഈ മുദ്രാവാക്യം മുഴക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സന്ദേശം തന്നെ മുസ്ലിം ലീഗ് കൈമാറി. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി 4 ജാഥകൾ നടത്തിയിട്ടുണ്ടെന്ന്. ഇതിനെതിരിൽ മാത്രം ഇവിടെ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ ആ ജാഥ നയിച്ചത് ടി അഹമ്മദ് കബീറാണ്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ ജാഥ നയിച്ചത് ഞാനായിരുന്നു. എറണാകുളത്ത് ബാവയും തിരുവനന്തപുരത്ത് മോയിൻകുട്ടിയുമാണ് ജാഥ നയിച്ചത്. ജനങ്ങളിൽ ഇറങ്ങിച്ചെന്നു. ഞാൻ നയിച്ച ജാഥ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. 38 ദിവസം നീണ്ടുവന്ന ജാഥ. മലപ്പുറം ജില്ലയുടെ എല്ലാ ഗ്രാമങ്ങളിലും ഇത് കവർ ചെയ്തിട്ടുണ്ട്. 24 ദിവസം മറ്റേ മലപ്പുറം ജില്ലയിൽ തന്നെ മാത്രമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നു, ആ സന്ദേശം പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ ആ വർഗീയത അസ്തമിച്ചു. ജമാഅത്ത് ഇസ്ലാമിക്ക് തോന്നി ഈ പരിപ്പീടെ വേവൂല, അല്പം മാളത്തിലേക്ക് വലിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ നാസർ മദനിക്ക് ഒരു ആവേശം വന്നു. ISS, RSSന് പകരം ISS, നല്ല മുദ്രാവാക്യം, തിരക്കേടൊന്നുമില്ല. തീജ്വാലയായി ഇയാളിങ്ങനെ ഉയരുകയാണ്. അമ്പിച്ച ജനബാഹുല്യം ഒന്നിച്ച്. അപ്പോൾ ഒന്നിച്ചു കൂടി ജമാഅത്ത് ഇസ്ലാമി മാധ്യമ പത്രം ഒന്നിച്ചുകൂടി. മൂപ്പിച്ച് നമ്മളവിടെ ഭർത്താനുണ്ട് പൂളമ്പ കയറ്റാം അല്ലേ, പൂളമ്പ കയറ്റുക. പിന്നെ മുള്ളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. മൂപ്പറിങ്ങനെ കയറി അവസാനം എന്താ സംഭവിച്ചത്? നാസർ മദനിക്ക് ഒരു കാലും പോയി, 60 കിലോ ഇറച്ചിയും പോയി. കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയത് 118 കിലോ, തിരിച്ചുകൊണ്ടുപോയത് 48 കിലോ. എത്ര കുറവ്? 60 കിലോ. 60 കിലോ ഇറച്ചിയും പോയി, ഒരു കാലും പോയി. അയാളെ കഥ കഴിഞ്ഞു. ഈ മുഴുവൻ ഫിത്തിന ആരുണ്ടാക്കിയത്? ജമാഅത്ത് ഇസ്ലാമി. തേൻ തൊട്ട് വെച്ച മാതിരിയാണ് ഇബ്ലീസ്. ഓനെ പുറത്ത് കാണില്ല. ഓ അബ്ദുള്ള എഴുതിയല്ലോ ചന്ദ്രയിൽ. ഓ അബ്ദുള്ള എഴുതി ISSനെ പിരിച്ചുവിടും എന്നൊരു ആലോചന കേട്ടുന്നതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി ഷൂറ കൂടിയിട്ട് എന്നോട് പറഞ്ഞു, ഉടനെ പോകണം നാസർ മദൻ്റെ വീട്ടിൽ, എന്നിട്ട് ഉസ്താദെ പിൻവലിക്കല്ല, ഉറച്ചു നിൽക്കണം എന്ന് പറയാം. ഞാനാ പോയത്. ഓ അബ്ദുള്ള ഇപ്പോൾ പറഞ്ഞു. അയാൾ അന്ന് ജമാഅത്ത് ഇസ്ലാമി, ഇപ്പോൾ അവരെ കൂടെ ഇല്ല. ചന്ദ്രികയിൽ എഴുതി എന്നെ അയച്ചത് ഓ അബ്ദുള്ള പറയാണ്. നാസർ മദീനെ ഹലാക്കിൻ്റെ അവരിക്കും ചാക്കാൻ മൂപ്പറ കൊണ്ടുപോയി അവിടെ ശരിപ്പെടുത്തി. മൂപ്പറ ഒരു വൈക്കാക്കി. പിന്നെ ചാൻസ് ഇല്ലാന്ന് തോന്നി. അവർ പിരിച്ചുവിട്ടല്ലോ, അവർ നിരോധിക്കപ്പെട്ടു, പിരിച്ചുവിട്ടു. അപ്പോഴാണ് ഇബ്രാഹിം സിലേബസിൻ്റെ ചെറിയൊരു വിശ്വാസം. മൂപ്പര് മഹാനേതാവാണ്, പക്ഷേ മൂപ്പർക്ക് അല്പം തീവ്രവാദം കൂടുതലാണ്. പിന്നെ മൂപ്പര് മകൻ ജമാഅത്ത് ഇസ്ലാമിൻ്റെ പള്ളിയിൽ ഇമാമാണ് അവിടെ എറണാകുളത്ത്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിൻ്റെ പള്ളിയിൽ ഇമാമിനെ സ്വാധീനിക്കാൻ അവർ കഴിയുള്ളൂ. മകന് ഉപ്പാനെ സ്വാധീനിക്കാൻ കഴിയും. പ്രത്യേകിച്ചും ഭാര്യ മരിച്ചതിന് ശേഷം. പിന്നെ ഉപ്പാനെ, അതുവരെ ഭാര്യ നല്ല ശരിക്കും നിയന്ത്രിക്കുന്ന സ്ത്രീയായിരുന്നു. അവർ മരിച്ചപ്പോൾ പിന്നെ ഭാര്യയുടെ നിയന്ത്രണത്തിൽ ഈ മകനിക്ക് നല്ല പങ്ക് വന്നു, അല്ല ഈ ഉപ്പാൻ്റെ നിയന്ത്രണത്തിൽ. ഉപ്പനെ കൂടെ കൂടി ഏതാ സമയം? ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ട സമയം. അതൊരു വല്ലാത്ത വഴിത്തിരിവാണ്. നമ്മുടെ ശിഹാബ് തങ്ങളെ പറ്റി നമ്മൾ ഓർക്കേണ്ടത് അവിടെയാണ്. അതൊരു വല്ലാത്ത ലീഡർഷിപ്പാണ്. അല്പം പതറിപ്പോയിരുന്നു എങ്കിൽ
സമുദായം നശിച്ചു പോകുമായിരുന്നു. ഈ സമൂഹം നശിച്ചുപോയി. ഗുജറാത്തിലല്ല നടക്കുക, കേരളത്തിൽ അതിനു മുമ്പ് നടക്കുക. നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലാണ്. നേതാക്കന്മാർ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലാണ്. സ്റ്റിയറിങ്ങും ബ്രേക്കും എല്ലാം നമ്മുടെ കയ്യിലാണ്. ഒരിഞ്ച് പിഴച്ചാൽ ഈ വണ്ടിയിലുള്ള യാത്രക്കാർ മാത്രമല്ല നശിക്കുക, റോഡിലൂടെ സഞ്ചരിക്കുന്നവരും നശിക്കും. അങ്ങേയറ്റം ജാഗ്രത പുലർത്തേണ്ടത് നേതാക്കന്മാരുടെ ബാധ്യതയാണ്. ഡ്രൈവറാണ് നേതാവ്. അന്ന് തങ്ങൾക്കൊരു ഇഞ്ച് പിഴച്ചിരുന്നു എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതിൻ്റെ മുസീബത്ത്. എല്ലാവരും ചോദിച്ചില്ലേ, ഈ കോളേജിൽ പോയാൽ ലീഗ് ഉണ്ടാവുമോ? അല്ലേ? ഈ നാസർ മദനിയെ സേട്ടു സാഹിബിലേക്ക് എതിർത്തിട്ട് ലീഗ് ഉണ്ടാവുമോ? കാരണം ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്നു അവർ പ്രസംഗിക്കുന്ന മീറ്റിങ്ങിൽ. ആ സമയത്താണ് ഒരു പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നത്, നിങ്ങളോട് വിട്ടുവീഴ്ചയില്ല. അതൊരു വല്ലാത്ത ലീഡർഷിപ്പാണ്. അതാണ് ഡോക്ടർ ഗംഗാധരൻ പറഞ്ഞത്, മുസ്ലിം ലീഗ് കളിയല്ല കാര്യമാണ്, പൊന്നാനിയിൽ ഞാൻ ലീഗിൻ്റെ കൂടെയാണ്. ഡോക്ടർ ഗംഗാധരൻ വലിയ വിവരമുള്ള ആളാണ്, അറിയപ്പെട്ട ചരിത്ര പണ്ഡിതനാണ്, ഉയർന്ന ചിന്തകനാണ്, അത്യുന്നതമായ വ്യക്തിത്വമുള്ള ആളാണ്, വന്യവയോധികനാണ്, വിവരദോഷിയല്ല. അയാൾ പറഞ്ഞു മുസ്ലിം ലീഗ് കളിയല്ല കാര്യമാണ്. അതൊരു വലിയ വാക്കാണ്. മുസ്ലിം ലീഗ് കളിയല്ല കാര്യമാണ്, പൊന്നാനിയിൽ ഞാൻ ലീഗിൻ്റെ കൂടെയാണ്. അയാൾ ഈയിടെ പ്രസംഗത്തിൽ പറഞ്ഞു, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ദിവസം ഡിസംബർ 6-ന് ഞാനും എൻ്റെ കുടുംബവും മലപ്പുറം ജില്ലയിലെ ഒരു മുസ്ലിം കേന്ദ്രത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക വാഹനത്തിൽ. അപ്പോൾ അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഒരു ജീപ്പ്, ഒരു കറുത്ത കൊടുകുത്തിയ ജീപ്പ്, ധാരാളം മുസ്ലിം ചെറുപ്പക്കാർ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്, ഒരു എരോസ്മെൻ്റ് വാഹനം. അതിലൂടെ വിളിച്ചു പറയുന്നു സ്ഫുടമായ ശൈലിയിൽ, വിശ്വാസികളെ, പരിശുദ്ധമായ നമ്മുടെ ബാബരി മസ്ജിദ് ഹൈന്ദവ വർഗീയവാദികൾ തകർത്തിട്ടുണ്ട് എന്ന ദുഃഖവാർത്ത അത്യഗാധമായ ദുഃഖത്തോടെ ഞങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. ഡോക്ടർ ഗംഗാധരൻ പറയുന്നു, ഞാൻ അത് കേട്ടപ്പോൾ തന്നെ ആകെ ബേജാറായി. കാരണം മുസ്ലിമീകളെ പള്ളി ഹിന്ദുക്കൾ പൊളിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഞാനാണെങ്കിൽ എൻ്റെ കുടുംബം ഒറ്റ നോട്ടത്തിൽ ഹിന്ദു കുടുംബം ആർക്കും മനസ്സിലാവും, ഞങ്ങളുടെ വേഷവിധാനം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ ഇവരെ ഇടയിലാണ് ഉള്ളത്, എന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ട്? ഞാൻ ബേജാറാകുമ്പോൾ ഒരു വാക്കുകൂടി ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു, അതുകൊണ്ട് അങ്ങേയറ്റം ആത്മസംയമനം പാലിക്കണമെന്നും സഹോദര സമുദായ അംഗങ്ങളുടെ രോമത്തിനോ ക്ഷേത്രങ്ങളുടെ ഓടിനോ കേടുകൂടാതെ സൂക്ഷിക്കണമെന്നും നമ്മുടെ ആത്മീയ ആചാര്യൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഡോക്ടർ ഗംഗാധരൻ പറയുന്നു, ഉൾക്കിടിലത്തോടെയാണ് ഞാൻ ആ വാക്ക് കേട്ടത്. വിറക്കുന്ന കൈകളോടെ കാറിൽ നിന്ന് എൻ്റെ ഡയറി ഞാൻ കയ്യിലെടുത്തു. ഞാൻ പേജുകൾ മുറിച്ചു. ഡിസംബർ 6, അതെ, ഇന്ത്യൻ ജനാധിപത്യ മതേതര ഇന്ത്യയുടെ മുഖത്ത് കറുത്ത പാട് വീണ ദിവസം, കറുത്ത അധ്യായം ചേർക്കപ്പെട്ട ദിവസം. ആ ഡിസംബർ 6 പേജിൽ 2 വരികൾ ഞാൻ എഴുതി ചേർത്തു. ഒന്ന്, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്തിയ അനിതര സാധാരണമായ വ്യക്തിത്വമാണ്. രണ്ടാമത്തെ വരി, പാണക്കാട് തങ്ങളെപ്പോലുള്ള നേതാക്കന്മാർക്ക് മാത്രമേ മതേതര ഇന്ത്യയെ മുമ്പോട്ട് നയിക്കാൻ കഴിയൂ. നിങ്ങൾ ആലോചിക്കണം, ആ 2 വരികൾ ഞാൻ എഴുതി ചേർത്തു. ഡിസംബറിലാണ് സംഭവം. ശബരിമലയിലേക്ക് അയ്യപ്പന്മാർ പോകുന്ന സമയമാണ്. മലപ്പുറം ജില്ലയിൽ ഒരുപാട് അയ്യപ്പന്മാരുടെ വണ്ടി തടഞ്ഞു നിർത്തിയിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ. എന്തിന്? അവരാക്രമിക്കാനല്ല, അവർക്ക് സംരക്ഷണം നൽകാൻ. അവർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സംരക്ഷണം നൽകിയിട്ടുണ്ട്. മദ്രസകളിൽ, പള്ളിയുടെ കോലായിൽ,